നമസ്കാരം. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മാനസിക ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. മിക്കവാറും ആളുകൾക്ക് ഞാൻ എവിടെ പോകണം, ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനൊരു പേര് പറയാൻ പോകുന്നത്. റെഹാൻ മെഡിക്കൽ സെൻറ്റർ, ഗൾഫ് മെഡിക്കൽ സെൻറ്റർ, ഷാർജ അബു ഷഗാര. അവിടെ ഒരു ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഹരീസ് അലി എല്ലാ മാസവും ആദ്യത്തെ ഒരാഴ്ചയാണ് അവിടെ സർവീസ് ഉണ്ടാവുക സാറിൻ്റെ. ആ സമയം നിങ്ങൾക്ക് നേരിട്ട് സാറിനെ ബുക്ക് ചെയ്ത് കാണാവുന്നതാണ്. മാത്രമല്ല ഒരുപാട് വിഷയങ്ങൾ, മനഃശാസ്ത്രപരമായ ഒരുപാട് വിഷയങ്ങൾ അതിസങ്കീർണമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. നമസ്കാരം സാർ. നമസ്കാരം. കുറേ വർഷമായിട്ട് അല്ലേ, എല്ലാ മാസവും 5 ദിവസം സാർ ഇവിടെ ഉണ്ടാകും, തീർച്ചയായും ഷാർജയിൽ ഉണ്ടാകും. എത്ര വർഷമായി ഈ റെഹാൻ ഗൾഫ്? 15 വർഷമായിട്ട്. 15 വർഷമായിട്ട്. ഇപ്പോൾ റെഹാനിൽ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഇവിടെ UAE 15 വർഷമായിട്ട് വന്നു പോകുന്നു ചെയ്യുന്നുണ്ട്. നാട്ടിലും UAE-ലും ഖത്തറിലൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രവാസികൾക്ക് എപ്പോഴും സ്ട്രെസ്സ്, ടെൻഷൻ ഇതൊക്കെയാണ്. അപ്പോൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്ക പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും പല ആളെയും റെഫർ ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു ഡോക്ടറാണ് റെഹാൻ സെൻറ്ററിലേക്ക് പോകാൻ. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം, പോകേണ്ട ശരിയാവില്ല, കാരണം അത് മെഡിസിൻ തന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ അഡിക്റ്റ് ആവും. പിന്നെ ആ മെഡിസിൻ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അതായത് ആ മെഡിസിൻ്റെ അകത്ത് തിരിച്ചു വരാൻ പറ്റില്ല. അതുകൊണ്ട് സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട കാര്യമൊന്നുമില്ല, ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ജസ്റ്റ് കൗൺസിലിംഗ് എടുത്തിട്ട് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരോട് എന്തിന് റെഹാൻ ഗൾഫ് മെഡിക്കൽ സെൻറ്ററിലേക്ക് വരണം എന്നാണ് സാറ് പറയുന്നത്, സാറിൻ്റെ എക്സ്പീരിയൻസിൽ? ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം എന്നോ പറഞ്ഞ ഒരു മിത്താണ്, ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയാണ്. അത് ഏറ്റവും കൂടുതലുള്ളൊരു മേഖലയാണ് മാനസിക രോഗം. ഡോക്ടറെ കണ്ടാൽ മരുന്ന് ഡിപ്പെൻഡൻ്റ് ആവുമോ, അത് സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു ഡിസോർഡർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഡിസോർഡർ ലെവലിൽ നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ ബാധിക്കും. അത് ഇപ്പം നമ്മൾ അറിഞ്ഞോളണമെന്നില്ല, കുറച്ച് കഴിയുമ്പോൾ അത് പ്രശ്നങ്ങളാവും. അപ്പം നമ്മൾ എല്ലാത്തിനും തയ്യാറാവും. അപ്പോൾ അതിനു മുമ്പ് തുടക്കത്തിലേ നമ്മളൊരു ഡോക്ടർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു മിനിമൽ പീരീഡ്, അതിൻ്റെ ഒരു മിനിമൽ പീരീഡ് മരുന്ന് കഴിച്ച് നമുക്ക് നിർത്താനും പിന്നീട് വരുന്നത് ഒഴിവാക്കാനും സാധിക്കും. അതർവൈസ് അത് സിവിയറിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുക്കേണ്ടി വരും. മാത്രമല്ല മെഡിസിൻ നിർത്തി കഴിഞ്ഞാലും വീണ്ടും പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ചില രോഗങ്ങൾക്ക് മാത്രമാണ് സുദീർഘ കാലഘട്ടത്തിൽ മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. എല്ലാ രോഗങ്ങളും ആ കാറ്റഗറി. ആങ്സൈറ്റി പോലുള്ള ഈ സാധാരണ പ്രവാസികൾ കാണുന്ന അസുഖമാണല്ലോ ആങ്സൈറ്റി, ഡിപ്രഷൻ, അതിനൊക്കെ സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരും, വർഷങ്ങളോളം കഴിക്കേണ്ടി വരും? ഒരിക്കലും വേണ്ട. അതൊക്കെ ഡിപ്പെൻസ്. നിങ്ങൾ വേറൊരു പ്ലാറ്റ്ഫോമിൽ കംഫർട്ടബിൾ സോണിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനീഷ്യലി വരുന്ന ആ പ്രശ്നങ്ങൾ തരണം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനോട് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റും. അത് നിങ്ങൾക്ക് തന്നെ അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ടേപ്പർ ചെയ്യേണ്ട രീതിയിൽ ടേപ്പർ ചെയ്ത് കൊണ്ടുവരലാണ് സാധാരണ പതിവ്. അപ്പോൾ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടി അത് കണ്ടിന്യൂസ് ആയി ചെയ്യണം. അത് നമുക്ക് മുന്നേ കൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ ചിലതിന് സാധിക്കില്ല. ഡിപ്പെൻസ് അപ്പോൾ ആയിരിക്കും അല്ലേ, ഓരോ പേഷ്യൻ്റ് അനുസരിച്ചായിരിക്കും. ഓവറോൾ നമുക്ക് പറയാം ഒരു 1 year ട്രീറ്റ്മെൻറ്റ് എടുക്കാം, അത് വെച്ച് നിർത്താമെന്ന് പറയാം. പക്ഷേ ചില ആളുകൾക്ക് അത് അത്ര പ്രാക്ടിക്കൽ ആയിക്കോണമെന്നില്ല. എന്നാലും അതൊരു ഹാംഫുൾ ആയിട്ടുള്ള മെഡിസിൻ ഒന്നല്ലാത്ത സേഫ് ആയിട്ടുള്ള ഒത്തിരി മനോരോഗത്തിന് കൊടുക്കുന്ന കൂടുതലും ഈ ഹാംഫുൾ അല്ലാത്തതാണോ? അല്ല, അത് മുൻകാലങ്ങളിൽ വളരെ ലിമിറ്റഡ് മെഡിസിൻസ് ആയിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സൈക്യാട്രി. കാരണം അത്രയും പ്രശ്നങ്ങളും വരുന്നുണ്ട്. കാലഘട്ടം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അത്രയും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി ലെസ് സൈഡ് എഫക്ട്സ് ആയിട്ടുള്ള ഇഷ്ടംപോലെ മരുന്നുകൾ, ന്യൂ ജനറേഷൻ മരുന്നുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് എന്നാലും മറ്റുള്ള ഓർഗൻസിനൊന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഈ റെഹാൻ ക്ലിനിക്കിൽ തന്നെ അതിനുള്ള ഫാർമസി സൗകര്യങ്ങളും എല്ലാം ഉണ്ടോ? ഇതിന് വെക്കണമെങ്കിൽ കൺട്രോൾ ഡ്രഗാണ് ഇവിടെ. എല്ലാ മെഡിസിൻസ്, സൈക്കോളജിക്കൽ മെഡിസിൻസ്, സൈക്യാട്രിക് മെഡിസിൻസ് ഒക്കെ കൺട്രോൾ ഡ്രഗാണ്. അത് കീപ്പ് ചെയ്യണമെങ്കിൽ പർട്ടിക്കുലർ ലൈസൻസ് വേണം. സാധാ ഫാർമസിയിൽ കിട്ടത്തില്ല. അത് നമ്മളെ ഫാർമസിയിലുണ്ട്. മാത്രമല്ല ഇതിൻ്റെ എക്സ്പയറി എന്ന് പറഞ്ഞാൽ 2 ദിവസമാണ് ഈ പ്രിസ്ക്രിപ്ഷൻ്റെ വാലിഡിറ്റി. അപ്പോൾ ഇന്ന് ഞാൻ എഴുതിയൊരു പ്രിസ്ക്രിപ്ഷൻ ഇന്നും നാളെയും വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എവിടെയും പിന്നെ കിട്ടത്തില്ല. പിന്നെ രണ്ടാമതൊരു സൈക്യാട്രിസ്റ്റ് എഴുതിയിട്ട് നോളജ് ആട്ടോ. തീർച്ചയായിട്ടും. പിന്നെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെടുത്ത് ഒന്നെങ്കിൽ എമിറേറ്റ്സ് ID അല്ലെങ്കിൽ പാസ്പോർട്ട് കോപ്പി, ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. എമിറേറ്റ്സ് ID മാത്രമേ മെഡിസിൻ തരുള്ളൂ, കിട്ടത്തുള്ളൂ. കാരണം ഇപ്പോൾ നമ്മുടെ അവിടെ ക്ലിനിക്കിലായാലും അങ്ങനെ അതെ, മിനിസ്ട്രി പ്രിസ്ക്രിപ്ഷൻ ആണ്. അതുകൊണ്ട് എമിറേറ്റ്സ് ID സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമേ കിട്ടത്തുള്ളൂ. എമിറേറ്റ്സ് IDൻ്റെ കോപ്പി ഉണ്ടായിട്ട് കാര്യമില്ല, ഫിസിക്കലി തന്നെ വേണം. പാസ്പോർട്ടാണെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പി നമ്പർ അടിച്ച് നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സൈറ്റിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അഥവാ എന്നെ കണ്ടൊരു പേഷ്യൻറ്റ് ഒരു 1 week കഴിഞ്ഞിട്ട് വേറൊരു സൈക്യാട്രിസ്റ്റിനെ കാണുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഞാൻ എഴുതി അതേ മരുന്ന് എഴുതുകയാണെങ്കിൽ അതിലെഴുതി കാണിക്കും ഓൾറെഡി പേഷ്യൻറ്റ് ഹാവിങ് ദിസ് മെഡിസിൻ, സോ അവർക്ക് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റത്തില്ല. ആ മെഡിസിൻ കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മാത്രമല്ല സാർ, ഈ വർത്തമാനത്തിനിടയിൽ എനിക്ക് ചെറിയൊരു പോയിന്റ് ഞാൻ നോട്ട് ചെയ്തത്, ഈ മനോരോഗ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ ഓർഗൻസിനെ ബാധിക്കും
അങ്ങനെ അതെന്താ അതിൻ്റെ ഒരു കാര്യം, അങ്ങനെയാണ് അതിൻ്റെ എന്തൊരു കാര്യം ഇപ്പോൾ നിങ്ങളൊരു അറ്റാക്ക് ആയിട്ട് ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഡൈജഷൻ പ്രോബ്ലംസ്, സ്ലീപ്പ് പ്രോബ്ലംസ്, എന്ത് പ്രോബ്ലംസ് ആയിട്ട് പോയി കഴിഞ്ഞാലും അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് ടെസ്റ്റുകൾ അവർ റൂൾ ഔട്ട് ചെയ്യാൻ ചെയ്യും. ഡെഫിനറ്റ്ലി ECG ആണെങ്കിലും എക്കോ ആണെങ്കിലും ത്രെഡ്മില്ലൊക്കെ ചെയ്യും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ ഒരു ചോദ്യം നിങ്ങൾക്ക് അവരുടെ അടുത്ത് പ്രതീക്ഷിക്കാം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻറ്റേർണൽ ടെൻഷൻ ഉണ്ടോ. ആ ചോദ്യത്തിന് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ അറ്റാക്ക് ഉണ്ട്, ബ്ലോക്ക് ഉണ്ട്, ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് കാരണം അതും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതിന് ഒരു ഭാഗമാണ്. ഈവൻ ഡൈജഷൻ വരെ നമുക്ക് ടെൻഷനുള്ള ആൾക്കാർക്ക് ഡൈജഷൻ വരെ പ്രശ്നങ്ങളാണ്. ഡയബറ്റീസ് നമുക്കറിയാം വളരെ കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ്. അപ്പോൾ ആ പ്രമേഹത്തിൻ്റെ അളവ് വരെ ടെൻഷൻ ഉണ്ടെങ്കിൽ കൂടും. പ്രമേഹം കൂടാൻ ടെൻഷൻ ഒരു കാരണവും ഡെഫിനറ്റ്ലി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പ്രഷർ കൊടുക്കുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ എത്ര മൂടി വെച്ചാലും മൂടി വെക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. അനൂപ് എത്ര പിടിച്ചു വെച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. അത് നിങ്ങളുടെ പ്രവൃത്തികളിലോ മറ്റിലൊക്കെ എവിടെയെങ്കിലും റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങും. ചിലപ്പോൾ നിങ്ങളുടെ പ്രായത്തിൻ്റെ ഇതിൽ ചിലപ്പോൾ നിങ്ങൾ കുറേയൊക്കെ പിടിച്ച് നിൽക്കാൻ നോക്കും. പക്ഷേ അതിനപ്പുറം പോയി കഴിഞ്ഞാൽ അടിതെറ്റി ആനയും വീഴുന്ന് പറഞ്ഞ മാതിരി